ഇപ്പോൾ പാസ്റ്റർ ആന്റണി ചേരുകയാണ്. ശ്രീ പാസ്റ്റർ ആന്റണി, നിങ്ങൾ പാസ്റ്റർ ആൽവിനൊപ്പം പ്രവർത്തിച്ച ഒരു സുവിശേഷകനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശം? യെസ് സർ, എന്റെ പേര് ഡോക്ടർ ആന്റണിയാ. ഞാൻ പാസ്റ്ററുമാണ് ഇവിടെ. ഞാൻ ഇവിടെ കാൺപൂരിലാണ് താമസിക്കുന്നത്. പാസ്റ്റർ ആൽബിനായിട്ട് ഞങ്ങൾക്ക് ഒരു 5-6 വർഷമായിട്ട് ഒരു നല്ല ഒരു ബന്ധമുണ്ട്. അദ്ദേഹം ഇവിടെ 10 വർഷമായിട്ട് നോറങ്ക ഘാട്ടംപൂരിലെ സുവിശേഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് ഞാൻ പറയാം. ഞങ്ങളിപ്പം ജോയിന്റ് കമ്മീഷണറിനെ കാണാൻ വേണ്ടി വന്നതാ കാൺപൂർ നഗറിലെ. ഞങ്ങൾക്ക് പറഞ്ഞ FIRയുടെ കോപ്പി ഇന്നവരെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ബജറംഗ് ദളുടെ ആള് ശുഭം അഗ്നിഹോത്രിയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ ഞങ്ങൾ അറിഞ്ഞത് അദ്ദേഹം ഈ FIR കോപ്പി ലീക്ക് ആക്കിയിട്ടുണ്ട്. അതുകൂടി കേൾക്കാമോ? ഹലോ, പറഞ്ഞോളൂ. അദ്ദേഹം ഈ ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിൽ പറഞ്ഞ ഈ ശുഭം അഗ്നിഹോത്രി പറഞ്ഞ ബജറംഗ് ദളുടെ ആള്, കംപ്ലൈന്റ് ചെയ്ത ആള്, അദ്ദേഹം എല്ലാം ഈ FIRയുടെ കോപ്പി എല്ലാം ലീക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ജോയിന്റ് കമ്മീഷണറിനെ കാണാൻ വേണ്ടി പോവാ. ഞങ്ങളുടെ ഇവിടെ കാൺപൂർ പാസ്റ്റർ അസോസിയേഷന്റെ പല പാസ്റ്റർമാരുണ്ട്, അവരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ ഈ പാസ്റ്റർ ആൽബിന്റെ വൈഫ് സിസ്റ്റർ ഷിനിയും 3 പിള്ളേരും ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇപ്പം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ FIRയുടെ കോപ്പി കിട്ടിയാലേ ഞങ്ങൾക്ക് ലോവർ കോർട്ടിലെയും ഇല്ലെങ്കിൽ സെഷൻസ് കോർട്ടിലെയും ഞങ്ങൾക്ക് ഇത് മൂവ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഹലോ, പറഞ്ഞോളൂ. അപ്പൊ അതുകൊണ്ട് സാർ ഇപ്പൊ ഞങ്ങൾ നാളെ പിന്നെ ഞങ്ങൾക്ക് ജയിലിൽ പോയിട്ട് പാസ്റ്റർ ആൽബിനെ പോയിട്ട് കാണണം. അപ്പം അങ്ങനെ തന്നെ ബെയിലിന്റെ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ബെയിലിന് വേണ്ടി ബാക്കി ഫോർവേഡ് എല്ലാം ഞങ്ങൾ ചെയ്യാം ആ സമയത്ത്. തീർച്ചയായും പാസ്റ്റർ ആന്റണി, അവിടുത്തെ പോലീസ് സംവിധാനങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മൾ കാണുകയാണ് ഛത്തീസ്ഗഡിലും ഒഡീസയിലും അടക്കമുള്ള എല്ലാ ട്രൈബൽ മേഖലയിലും വലിയ തോതിൽ സുവിശേഷ പ്രവർത്തകർ ഇതൊരു BJPയുടെ വിങ് ആ ബജറംഗ് ദൾ. ഇവർ പറഞ്ഞ ആവശ്യമില്ലാത്ത ഒരു ഫോൾസ് കേസസ് ഉണ്ടാക്കി ഫ്രെയിം ചെയ്യാൻ വേണ്ടി. ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പൊഖ്രായ പറഞ്ഞ ഒരു ജില്ലയുണ്ട് ഇവിടെ, കാൺപൂർ ദിഹാത്ത. പൊഖ്രായ പറഞ്ഞ ഒരു സ്ഥലത്തിൽ പാസ്റ്റർ രാജേന്ദ്രും പിന്നെ വികാസ് പറഞ്ഞ ഒരാളിനെയും ചർച്ചിന് പറഞ്ഞ കഴിഞ്ഞ ആഴ്ച ചർച്ചിന് അവരെ സൺഡേ ചർച്ചിനെ ആരാധിക്കാൻ സമയത്തുള്ള ഈ ബജറംഗ് ആൾക്കാരും പോലീസായിട്ട് വന്നു. പിന്നെ ഞങ്ങള് വക്കീലും വന്നു. പിന്നെ എല്ലാവരും വന്നു, അവിടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. പക്ഷെ പോലീസ് പറയുന്നത് ഇതാ, കാരണം അവർക്ക് പറഞ്ഞ ഒത്തിരി പ്രഷർ ഉണ്ട്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു അൻഷു ത്രിവേദി, ഒരു ബജറംഗ് ദളുടെ സംയോജകനെ കാണാൻ പോയപ്പം അദ്ദേഹം ക്ലിയർ ആയിട്ട് ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യമാണ്, 1 ലക്ഷം രൂപ കൊടുത്താലേ ഞങ്ങൾ വിടത്തുള്ളൂ. അപ്പൊ ഇത് പറഞ്ഞ ഇത് ഒരു മാതിരി എക്സ്റ്റോഷനാണ്. പിന്നെ ഇപ്പൊ എനിക്കറിയത്തില്ല ഇത് എങ്ങനെയാ പറയേണ്ടത്. കാരണം ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു അവസ്ഥ പറഞ്ഞാൽ UPയുടെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ, ഒരു സീരിയസ് ഒരു ഇതാ. അപ്പൊ ഞങ്ങൾ BJP ഗവൺമെന്റും ഇപ്പൊ ഏത് ഗവൺമെന്റ് ആയാലും ഞങ്ങൾ അവരോട് ഇത്രേ പറയാനുള്ളൂ, ഞങ്ങളുടെ ഇങ്ങനത്തെ ഒരു മിഷനറീസിനെ ഒത്തിരി ബുദ്ധിമുട്ട് അങ്ങനെ ചെയ്യിപ്പിക്കല്ലേ. കാരണം ഇപ്പം പറഞ്ഞാൽ പോലീസ് ഞങ്ങളുടെ കൂടെയില്ല, ആരും ഞങ്ങളുടെ കൂടെയില്ല. പക്ഷെ ഇപ്പോഴും ഞങ്ങളുടെ കാൺപൂർ പാസ്റ്റർ അസോസിയേഷൻ പല പാസ്റ്റർമാർ ഇപ്പൊ എനിക്ക് നാട്ടിൽ നിന്ന് പറഞ്ഞാൽ വരുന്ന കോൾസ് പറഞ്ഞാൽ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട്, എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷേ ഇപ്പൊ നാളെ നോക്കട്ടെ, നാളെ ഞങ്ങൾ ജയിലിലോട്ട് പോവാ. പിന്നെ കുറച്ച് തുണികൾ, കാരണം വിന്റർ ഇവിടെ നല്ല തണുപ്പുണ്ട്, അപ്പം വിന്ററുടെ ക്ലോത്ത്സ് എല്ലാം അദ്ദേഹത്തിന് കൊടുക്കണം. നന്ദി പാസ്റ്റർ ആന്റണി പ്രതികരിച്ചതിന്.